കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത. രാക്ഷസാന്തകം നമ്മൾ ഭഗവാൻ കൗസല്യ അമ്മയായിട്ടുള്ള മാതാവായിട്ടുള്ള കൗസല്യോട് പറയുന്ന ഭാഗമാണല്ലോ നമ്മൾ കൗസല്യയ്ക്ക് കൊടുക്കുന്ന ഉപദേശം, തത്വോപദേശമാണല്ലോ ചെയ്യണത്. അതിൽ പറഞ്ഞു, സർവഭൂത നിവാസനായിട്ടുള്ള എന്നെ, സർവഭൂതങ്ങളിലും വസിക്കുന്നതായിട്ട് എന്നെ അറിയണം, എന്നെ മാനിക്കണം, മാത്രമല്ല സർവഭൂതങ്ങളിലും മിത്രഭാവം ഉണ്ടാവണം. ഇങ്ങനെ ഞാനൊരുവനല്ലാതെ അന്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ദൃഢമായി വിശ്വസിച്ച് പൂജിക്കണം. ഇവിടെ ഈ ഞാൻ അല്ലാതെ, ഭഗവാനല്ലാതെ, ഇവിടെ കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമാണ്, കാണുന്നതെല്ലാം ഭഗവത് ചൈതന്യമാണ്. അങ്ങനെ വിചാരിച്ച് പൂജിക്കണം. അതന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള പൂജ. മറ്റൊന്നും യഥാർത്ഥ പൂജയല്ല. പ്രതിമയിൽ പൂജിക്കാം, പക്ഷെ പ്രതിമയിൽ മാത്രം കണ്ടാൽ പോരാ. എന്നെ എല്ലാവരുടെയും അന്തര്യാമിയാണ് ഞാൻ, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നവനാണ്, ഏകനാണ്, അപരിച്ഛിന്നനാണ്. അങ്ങനെ പറഞ്ഞ് എന്നെ മാനിക്കണം, എല്ലാവരോടും മിത്രഭാവം വേണം. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 71. ചേതസൈവാനിശം സർവഭൂതാനി പ്രണമേൽ സുധീ ജ്ഞാത്വാ മാം ചിദ്ഘനം ശുദ്ധം ജീവരൂപേണ സംസ്ഥിതം. സുധീഹി അതായത് നല്ല ബുദ്ധിയോടുകൂടിയവൻ. സുധീ പറഞ്ഞ ബുദ്ധിയല്ലേ, നല്ല ബുദ്ധിയോടുകൂടിയവൻ ജീവരൂപേണ ജീവസ്വരൂപനായിട്ട് സംസ്ഥിതം സ്ഥിതി ചെയ്യുന്നവനും, ശുദ്ധം അതായത് പരിശുദ്ധവും, എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനും പരിശുദ്ധനും, ചിദ്ഘനം അതായതോ ജ്ഞാനസ്വരൂപനും, മാം എന്നെ ജ്ഞാത്വ അറിഞ്ഞിട്ട് സർവഭൂതാനി സർവഭൂതങ്ങളെയും അനിശം എപ്പോഴും ചേതസാ ഏവ മനസ്സുകൊണ്ട് തന്നെ പ്രണമിക്കണം. അതായത് ഭഗവാന്റെ ചൈതന്യം എല്ലാവരിലും ഉണ്ടെന്ന് കണ്ട് നമിക്കണം. അതന്നെയാണ് പറഞ്ഞത്. അതായത് പ്രതിമ, ചിത്രം, അതിലൊക്കെ നമ്മൾക്ക് ഭഗവാനെ പൂജിക്കാം. അപ്പം അങ്ങനെ പൂജിച്ച് മനസ്സിലത്തെ രാഗദ്വേഷങ്ങൾ നീങ്ങി മനസ്സ് പരിശുദ്ധമായിട്ടുള്ളൊരു ഭക്തൻ എന്താ ചെയ്യുക? ആദ്യം പ്രതിമയിലൊക്കെ തുടങ്ങാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സ് പരിശുദ്ധമായിട്ടുള്ള ഭക്തൻ സർവ്വ ജീവജാലങ്ങളിലും ജീവരൂപേണ വസിക്കുന്നവനും, യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളും സ്പർശിക്കപ്പെടുക പോലും ചെയ്യാത്ത ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആളാണ് ഞാൻ എന്നറിഞ്ഞിട്ട് എൻ്റെ വാസസ്ഥാനമാണ് സർവഭൂതങ്ങളും സർവജീവജാലങ്ങളും. അങ്ങനെ എൻ്റെ വാസസ്ഥാനങ്ങളായിട്ടുള്ള ഈ സർവഭൂതങ്ങളെയും എപ്പോഴും നമസ്കരിക്കണം, മനസ്സുകൊണ്ട് എപ്പോഴും നമസ്കരിക്കണം. അതായത് ഈ ലോകത്തിൽ കാണുന്ന ചരാചരങ്ങളുടെ എല്ലാം ഉള്ളിലുള്ള ശക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ എല്ലാറ്റിലും കണ്ട് നമസ്കരിക്കണം. ആദ്യം തുടങ്ങുന്നത് പ്രതിമകളിലോ ചിത്രങ്ങളിലോ അമ്പലത്തിൽ പോയിട്ടോ ഒക്കെയാണ്. പക്ഷേ പതുക്കെ മനസ്സ് ശുദ്ധീകരിച്ചിട്ട് രാഗദ്വേഷാദി മാലിന്യങ്ങളകന്ന് മനസ്സ് ശുദ്ധമാവുമ്പോൾ പിന്നെ ആ ഭക്തൻ എല്ലാറ്റിലും എന്നെ കണ്ട് നമസ്കരിക്കണം. അതാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഭക്തി വർദ്ധിക്കും തോറും ഭഗവാന്റെ സാന്നിധ്യം എല്ലാത്തിലും കാണാൻ സാധിക്കണം. അങ്ങനെ കണ്ട് എല്ലാവരെയും നമസ്കരിക്കണം. ചേതസൈവാനിശം സർവഭൂതാനി പ്രണമേൽ സുധീ ജ്ഞാത്വാ മാം ചിദ്ഘനം ശുദ്ധം ജീവരൂപേണ സംസ്ഥിതം. ഈ 72 73 3-4 ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ ഒരു സർഗത്തിൽ കേട്ടോ. തസ്മാൽ കഥാചിന്നേക്ഷേത ഭേദമീശ്വര ജീവയോ
ഭക്തിയോഗോ ജ്ഞാനയോഗോ മയാ മാതരുദീരിതഃ ആലംബ്യൈകതരം വാപി പുരുഷ ശമമൃച്ഛതി തതോ മാം ഭക്തിയോഗേന മാതഃ സർവഹൃദി സ്ഥിതം പുത്രരൂപേണ വാ നിത്യം സ്മൃത്വാ ശാന്തിം അവാപ്സ്യസി. തസ്മാൽ അതുകൊണ്ട് കഥാചിത് ഒരു കാലത്തും ഈശ്വരജീവയോഹോ ഈശ്വരനും ജീവനും തമ്മിൽ ഭേദത്തെ ന ഈക്ഷതേ. അതുകൊണ്ട് അമ്മേ, ഈ ഈശ്വരനും അല്ലെങ്കിൽ പരമാത്മാവും ജീവാത്മാവും കൂടിയിട്ടുള്ള ഭേദം ഒരിക്കലും കാണരുത്. അല്ലെങ്കിൽ പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെയാണെന്ന് കാണൂ തന്നെയാണ് പറയണത്. പരമാത്മാവും ജീവാത്മാവും വേറെ വേറെയാണെന്ന് കാണരുത് അമ്മേ. മാതാഹ, ഹേ മാതാവേ, ഭക്തിയോഗ ജ്ഞാനയോഗ, ഭക്തിയോഗം ജ്ഞാനയോഗം മയാ ഉദീരിത, എന്നാൽ പറയപ്പെട്ടു. ഏകതരം വാ ആലംബ്യ, ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ട് പുരുഷ മനുഷ്യൻ ശമം ഹൃച്ഛതി, ശമത്തെ പ്രാപിക്കുന്നു. അതായത് മനസ്സിനൊക്കെ നല്ല സംയമനം. മാതാ, ഹേ മാതാവേ, തഥാ അതുകൊണ്ട് സർവഹൃദിസ്ഥിതം മാം, എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്ന എന്നെ ഭക്തിയോഗേന, ഭക്തിയോഗം കൊണ്ടോ പുത്രരൂപേണ വാ, പുത്രൻ എന്ന ഭാവത്തോടു കൂടിയോ നിത്യം സ്മൃത്വ, എപ്പോഴും സ്മരിച്ചിട്ട് ശാന്തിം അവാപ്സ്യസി, ശാന്തിയെ പ്രാപിക്കും എന്ന് പറഞ്ഞു. എന്താ അറിയോ, ഈ എന്താ പറയണ വെച്ചാൽ, അമ്മയെ ഒരിക്കലും ജീവാത്മാവും പരമാത്മാവും വേറെയായിട്ട് ഒരിക്കലും കാണണ്ട. എല്ലാം ഞാൻ തന്നെ, പരമാത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണ് എല്ലാം. അതായത് ജീവനും ഈശ്വരനും ഒന്നല്ല രണ്ടാണ് എന്നുള്ള വിചാരം ഒരിക്കലും ഒരു കാലത്തും അമ്മയ്ക്ക് ഉണ്ടാവരുത്. ഹേ മാതാവേ, ഭക്തിയോഗവും ജ്ഞാനയോഗവും ഞാൻ പറഞ്ഞു തന്നു. അതിലത്തെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ട് ഈ ഒരാള് ഒന്നിനെ ആശ്രയിച്ചിട്ട് മുമ്പോട്ട് പോയാൽ ഈ സംസാര ദുഃഖത്തിനെ അതിക്രമിച്ച് കടക്കാം. അതുകൊണ്ട് അമ്മേ, ഭക്തിയോഗത്തെയോ അല്ലെങ്കിൽ ഞാൻ പുത്രനാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും മതി, സദാ സ്മരിക്കൂ. സദാ സ്മരണം, അതാണല്ലോ നിരന്തര സ്മരണം കൊണ്ട്, എന്നെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ട് ശാന്തി ലഭിക്കും, അല്ലെങ്കിൽ ശാന്തിയെ പ്രാപിക്കും. അതായത് ഇപ്പം ഈ ബ്രഹ്മം തന്നെ പരബ്രഹ്മം തന്നെ സത്വഗുണമെടുത്ത് അവതരിച്ച ശ്രീരാമൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപത്തെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ പുത്രനാണെന്ന് വിചാരിച്ചിട്ടായാലും സാരമില്ല, മനസ്സിൽ സദാ സ്മരിക്കുക, നിരന്തര സ്മരണ. അതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടുന്ന പറഞ്ഞ പുത്രരൂപേണ വാ എന്ന് പറഞ്ഞില്ലേ. അതായത് പുത്രനാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും സാരമില്ല, നിരന്തര സ്മരണയാണ് വേണ്ടതെന്ന്. ഭഗവാനെ എപ്പോഴും സ്മരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ ശ്രീരാമ ഭഗവാൻ പറഞ്ഞതേ. ശ്രീകൃഷ്ണ ഭഗവാനും അങ്ങനല്ലേ പറഞ്ഞത്. നോക്കൂ, നമ്മൾക്കത് ശരിയാണല്ലോ. എന്താ വെച്ചാൽ പുത്രരൂപേണ സ്മരിച്ചാലും അല്ല ശത്രുരൂപേണ സ്മരിച്ചാലും ഭയമുണ്ടാക്കുന്ന ഒരാളായിട്ട് സ്മരിച്ചാലും അല്ലേ. കംസനൊക്കെ അങ്ങനെയല്ലേ, ഹിരണ്യകശിപുവൊക്കെ ശത്രുവായിട്ടാണ് കണ്ടത്. അപ്പം മകനായിട്ട് കണ്ടാലും വിരോധമില്ല, പക്ഷെ നിരന്തരമായിരിക്കണം സ്മരണ. അപ്പോൾ ഭക്തിയോഗവും ജ്ഞാനയോഗവും പറഞ്ഞു. കർമ്മയോഗം കൊണ്ട് മനസ്സ് പരിശുദ്ധാവും. അങ്ങനെ പരിശുദ്ധായ മനസ്സിൽ ജ്ഞാനം ഉദിക്കും. അല്ലെങ്കിൽ ഭക്തിയോഗം കൊണ്ട് മനസ്സ് പരിശുദ്ധാവും, അപ്പം ജ്ഞാനം ഉദിക്കും. എന്തായാലും ജ്ഞാനാണ് അവസാനം അല്ലേ. അപ്പം എന്താ പറയണ വെച്ചാൽ, ഭക്തിയോഗവും ജ്ഞാനയോഗം കൊണ്ട് എന്നെ പ്രാപിക്കാം, അമ്മ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. അതായത് നേരെ ജ്ഞാനയോഗത്തിലേക്ക് പോകാനുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ അങ്ങനെയാവാം. അല്ലാച്ചാൽ ഭക്തിയോഗത്തിൽ കൂടെ പോയിട്ട് ജ്ഞാനം സിദ്ധിച്ച എന്താ ജ്ഞാനം, പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് തന്നെ അല്ലേ. അങ്ങനെ പക്ഷേ ഒന്നും ഞാൻ പറയണില്ല, എന്നെ പുത്രനായിട്ട് സ്നേഹിച്ചാലായാലും അമ്മ നിരന്തരമായിട്ട് സ്മരിക്കൂ, തീർച്ചയായിട്ടും ശാന്തി പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. തസ്മാത് കദാചിന്നേക്ഷേതേ ഭേദമീശ്വര ജീവയോ ഭക്തിയോഗോ ജ്ഞാനയോഗോ മയാ മാതരുദീരിതഃ ആലംബ്യൈകതരം വാപി പുരുഷ ശമമൃച്ഛതി. എങ്ങനെയായാലും മനസ്സംയമനം കിട്ടും. അങ്ങനെയായാൽ തതോമാം ഭക്തിയോഗേന മാതഃ സർവഹൃദി സ്ഥിതം പുത്രരൂപേണ, ഭക്തിയോഗമായിട്ടോ എന്നെ സ്മരിക്കുക, അല്ലെങ്കിൽ പുത്രരൂപേണ വാ നിത്യം
സ്മൃത്വാ ശാന്തിം അവാപ്സ്യസി. 74. ശ്രുത്വാ രാമസ്യ വചനം കൗസല്യാനന്ദസംയുതാ രാമം സദാ ഹൃദി ധ്യാത്വാ ചിത്വാ സംസാരബന്ധനം അതിക്രമ്യ ഗതിസ്തിസ്രോപ്യവാപ പരമാം ഗതിം. രാമസ്യ വചനം ശ്രുത്വാ, രാമൻ്റെ ഈ നല്ല തത്വോപദേശം കേട്ടിട്ട് ആനന്ദ സംയുത കൗസല്യ, ആനന്ദത്തോടു കൂടിയ കൗസല്യ മാതാവ് രാമം സദാ ഹൃദി ധ്യാത്വ, രാമൻ പറഞ്ഞ പോലെ രാമനെ തന്നെ സദാ ധ്യാനിച്ചുകൊണ്ട് സംസാരബന്ധനം ചിത്വ, ഈ സംസാര ബന്ധനത്തെ ഛേദിച്ചിട്ട് തിസ്രഹ ഗതി അതിക്രമ്യ, ഈ 3 വിധ ഗതികളെയും അതിക്രമിച്ചിട്ട് പരമാം ഗതിം അവാച, പരമഗതിയെ തന്നെ പ്രാപിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് കേട്ടിട്ട് കൗസല്യ വളരെ ആനന്ദം കൊണ്ട് കണ്ണ് നിറഞ്ഞു. രാമനെ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സംസാരത്തിന് കാരണമായിട്ടുള്ള ഈ അജ്ഞാനത്തെ, അതായത് ഞാൻ എൻ്റെ എന്നുള്ള അഹന്തയും മമതയും ഒക്കെ നിശേഷം നശിച്ച് ഈ 3 തരം ഗുണങ്ങളെയും അതിക്രമിച്ച് ഈ 3 വിധ ഗതികളെയും അതിക്രമിച്ചിട്ട് പരമഗതിയെ പ്രാപിച്ചു. അതായത് ഈ സത്വഗുണം കൊണ്ടാണെങ്കിലും നമ്മൾ സ്വർഗത്തിലേക്കല്ലേ പോവുക. അപ്പോൾ സത്വഗുണത്തിനും അതീതമായിട്ട് പോണേ. ഓഫ് കോഴ്സ് തമോ ഗുണത്തിന് അതീതമായി പോകണം. തമോ ഗുണപ്രധാനികളെ എങ്ങനെയാ വെച്ചാൽ ജനനമരണ ചക്രത്തിൽ ചുറ്റി തിരിയന്നെയാണ് ചെയ്യുക, അല്ലേ? പിന്നെ രജോ ഗുണം വല്ലാതെ ഉള്ളവരാണെങ്കിൽ വേറെ വേറെ ലോകങ്ങളിൽ കൂടെ ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സത്വഗുണമാണെങ്കിലും സ്വർഗത്തിലേക്ക് പോവും, അല്ലെങ്കിൽ ഊർധ്വലോകങ്ങളിലേക്കൊക്കെ പോയിട്ട് പുണ്യം കഴിഞ്ഞാൽ ആദ്യം തിരിച്ചു വരുമല്ലോ. പക്ഷെ ഇതിന് 3 അതിക്രമിച്ച് പോയാൽ മോക്ഷമായി. അതായത് അങ്ങനെ 3ാമത്തേതായിട്ടുള്ള ഈ സംസാരഗതി ഈ 3 ഗതികളെയും അതിക്രമിച്ച്, അതായത് 3 ഗുണങ്ങളെ അതിക്രമിച്ച് മോക്ഷം തന്നെ അമ്മയ്ക്ക് കൗസല്യയ്ക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ശ്രുത്വാ രാമസ്യ വചനം കൗസല്യാനന്ദ സംയുത രാമം സദാ ഹൃദി ധ്യാത്വാ ചിത്വാ സംസാരബന്ധനമൊക്കെ മുറിച്ച് കളയാൻ പറ്റി. അതിക്രമ്യ ഗതി തിസ്രോപ്യവാപ പരമാം ഗതിം. ഈ 3 തരം ഗതി ഏതാച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇതിലല്ല പറഞ്ഞതുകൊണ്ട് ഭാഗവതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അതായത് അർച്ചിരാദിഗതി, നമ്മൾ നാരായണീയത്തിലുണ്ടല്ലോ അർച്ചിരാദിഗതി മീതസിം, അത് അർച്ചിരാദിഗതി. പിന്നെ അതായത് ഊർധ്വലോകങ്ങൾ. 2ാമത്തെ ധൂമാദിഗതി, അതായത് യാഗങ്ങളും ഒക്കെ ചെയ്താൽ കാമം ആഗ്രഹിച്ചത് ധൂമാദിഗതിയാണ്. പിന്നെ 3ാമത്തേതാണ് സംസാരഗതി, ജനനമരണ ചക്രത്തിൽ. അത് 3 അല്ലാതെ ശരിക്കുള്ള മോക്ഷം കിട്ടി. കൈകേയി ചാപിയോഗം, അവസാനത്തെ ശ്ലോകമാണ് ഇത് 75ാമത്തെ. കൈകേയി ചാപിയോഗം രഘുപതി ഗതിദം പൂർവമേവാധിഗമ്യ ശ്രദ്ധാഭക്തി പ്രശാന്ത ഹൃദി രഘുതിലകം ഭാവയന്തി ഗദാസു ഗത്വാ സ്വർഗം സ്ഫുരന്തി ദശരഥസഹിതാ മോദമാനാവതസ്ഥേ മാതാ ശ്രീലക്ഷ്മണസ്യാപ്യതിവിമലമതി പ്രാപഭർത്തു സമീപം. പിന്നെയോ രഘുപതി ഗതിതം, രഘുപതിയാൽ ഇപ്രകാരം പറയപ്പെട്ട യോഗത്തെ കൈകേയി ചാപി, കൈകേയും ഈ ഭഗവാന്റെ തത്വോപദേശം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ ഈ യോഗത്തെ അല്ലെങ്കിൽ ഈ തത്വോപദേശത്തിനെ കൈകേയി ചാപി, കൈകേയിയും പൂർവം മുമ്പ് തന്നെ അധിഗമ്യ പ്രാപിച്ചിട്ട് ശ്രദ്ധാഭക്തി പ്രശാന്ത, ശ്രദ്ധയും ഭക്തിയും കൊണ്ട് വളരെ ശാന്തയായി തീർന്ന് രഘുതിലകം, രഘുശ്രേഷ്ഠനെ ഹൃദി ഭാവയന്തി, എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഗദാസു, അതായത് അസു പറഞ്ഞ പ്രാണനെ ത്യജിച്ച് അല്ലെങ്കിൽ ഈ ദേഹം ത്യജിച്ച് സ്വർഗം ഗത്വ, സ്വർഗത്തെ പ്രാപിച്ചിട്ട് സ്ഫുരന്തി, ഏറ്റവും പ്രകാശിക്കുന്നവളും ദശരഥ സഹിത, ദശരഥനോട് യോജിച്ചവളും മോദിക്കുന്നവളുമായിട്ട് അവസ്ഥയെ ചെയ്തു. അതിവിമലമതിഹി, അത്യന്തം ശുദ്ധയായ ലക്ഷ്മണസ്യ മാതാ, ലക്ഷ്മണന്റെ മാതാവും അതായത് സുമിത്ര, ഭർത്തുസമീപം, ഭർത്താവിൻ്റെ സമീപത്തെ പ്രാപിച്ചു.
അതായത് ഇതിനു മുമ്പേയും ശ്രീരാമൻ ഉപദേശിച്ചിരുന്നത് ഭക്തിയോഗത്തിനെയൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു കൈകേയി. ഇപ്പം കൗസല്യയ്ക്ക് ഉപദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്തിയോഗത്തിനെ പറ്റി പറഞ്ഞതൊക്കെ കൈകേയി കേട്ടിരുന്നു. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ശ്രീരാമനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കൈകേയും ശരീരത്തിനെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്കാണ് പോയത്. മോക്ഷമല്ല, സ്വർഗത്തിൽ പോയി ദശരഥ രാജാവിനോട് കൂടി ഇരുന്നു, സന്തോഷമായിട്ടിരുന്നു. പിന്നെയോ വളരെ പരിശുദ്ധ ഹൃദയത്തോടു കൂടിയ ലക്ഷ്മണൻ്റെ മാതാവായിട്ടുള്ള സുമിത്രയും ദശരഥൻ്റെ കൂടെ ഇത്ര തന്നെ ഇത് വന്നിട്ടില്ല. കൗസല്യയുടെ അത്രയും, ശ്രീരാമൻ്റെ അമ്മയാണല്ലോ. അപ്പോൾ സുമിത്രയും കൈകേയും ദശരഥൻ്റെ കൂടെ സ്വർഗത്തിൽ സുഖമായി താമസിച്ചു എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൗസല്യയ്ക്ക് ഉണ്ടായ പോലെ സദ്യോമുക്തി കിട്ടിയില്ല കൈകേയിക്കും സുമിത്രയ്ക്കും. സ്വർഗത്ത് പോയിട്ട് ഇനി അവർക്ക് പുണ്യം ക്ഷയിച്ചാൽ ആദ്യം ജനിക്കണം. അതായത് തമോ ഗുണപ്രധാനികളല്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ വേറെ ജന്മമൊന്നും എടുത്തില്ല. അതായത് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, പരിശുദ്ധ ഹൃദയം ആണ് കൈകേയിക്കും കൗസല്യയ്ക്കും. പക്ഷേ രജോ ഗുണം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പിന്നെ സ്വർഗത്തിലേക്ക് പോയി നല്ല ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കാനായിട്ട്. പക്ഷെ സദ്യോമുക്തി കൗസല്യയ്ക്ക് സദ്യോമുക്തി, അപ്പം തന്നെ മുക്തി കിട്ടി. കാരണം 3 ഗുണങ്ങളെയും അതിക്രമിച്ചിട്ടുള്ള അവസ്ഥയിലേക്ക്, അതാണ് കൗസല്യയ്ക്ക് കിട്ടിയ പോലെ സദ്യോമുക്തി അല്ലെങ്കിൽ മോക്ഷം കൈകേയിക്കും സുമിത്രയ്ക്കും സിദ്ധിച്ചിട്ടില്ല. ഒരു പക്ഷേ സ്വർഗത്തിലത്തെ അത് കഴിഞ്ഞാൽ അവർക്കും കിട്ടിയെന്ന് വരാം. പിന്നെ മോക്ഷം തന്നെ, അല്ലെങ്കിൽ ആദ്യം ജനിക്കണമെന്ന് ഇഷ്ടമല്ല. എന്തായാലും അവർ ദശരഥൻ്റെ കൂടെ സ്വർഗത്തിൽ സുഖമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു 7ാം സർഗം അവസാനിപ്പിക്കണം. അപ്പം നമുക്ക് 75 വായിച്ചിട്ട് 7ാം സർഗം അവസാനിപ്പിക്കാം. അപ്പോൾ നോക്കട്ടെ കേട്ടോ. അതെ, നോക്കട്ടെ. കൈകേയീ ചാഭിയോഗം രഘുപതി ഗതിദം പൂർവമേവാധിഗമ്യ ശ്രദ്ധാഭക്തി പ്രശാന്ത ഹൃദി രഘുതിലകം ഭാവയന്തി ഗതാസുഹു ഗത്വാ സ്വർഗം സ്ഫുരന്തി ദശരഥസഹിതാ മോദമാനാവതസ്ഥേ മാതാ ശ്രീലക്ഷ്മണസ്യാപ്യതിവിമലമതി പ്രാപഭർത്തുഃ സമീപം. അപ്പോൾ അതെ, പ്രാതഭർത്തു സമീപം. അപ്പോൾ നമുക്ക് ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ സപ്തമ സർഗ. ഇനി 8ഉം 9ഉം കൂടിയുള്ളൂ. 8ഉം 9ഉം സർഗം കൂടിയുള്ളൂ കേട്ടോ ഇനി. അപ്പോൾ നമുക്ക് ഉത്തരകാണ്ഡം 8ാം സർഗം തുടങ്ങാൻ പിന്നെ കുറച്ച് സമയമുണ്ട്. അപ്പോൾ ശ്രീ മഹാദേവ ഉവാച, എല്ലാ സ്വർഗം പോലെ എല്ലാ സർഗവും തുടങ്ങണ പോലെ ശിവൻ പറയാണ്. ശ്രീ മഹാദേവ ഉവാച അഥ കാലേ ഗതേ കസ്മിൻ ഭരതോ ഭീമവിക്രമ യുധാജിതാ മാതുലേന ഹ്യാഹൂതോഗാൽ സസൈനിക. അഥ കസ്മിൻ കാലേ ഗതേ, അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭീമവിക്രമ ഭരത, പരാക്രമശാലിയായിട്ടുള്ള ഭരതൻ, മാതുലേന യുധാജിത, അമ്മാവനായിട്ടുള്ള യുധാജിത്തിനാൽ ആഹൂത ക്ഷണിക്കപ്പെട്ടിട്ട് സസൈനികം സൈന്യത്തോടു കൂടിയവനായിട്ട് അഗാദ് പോയി. അപ്പോൾ പറഞ്ഞു, ശിവൻ പറഞ്ഞു ശ്രീ പാർവതിയോട്, എന്താ അറിയുക, അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പരാക്രമശാലിയായിട്ടുള്ള ഭരതൻ അമ്മാവനായിട്ടുള്ള യുധാജിത്ത് ക്ഷണിച്ചത് കാരണം സൈന്യസമേതനായിട്ട് കേകയ രാജ്യത്തിലേക്ക് പോയി. കൈകയുടെ രാജ്യമാണല്ലോ അവിടുത്തെ, കൈകയുടെ ബ്രദറാണ് യുധാജിത്തെ, അങ്ങോട്ട് പോയി എന്ന്. ശ്രീ മഹാദേവ വാച അഥ കാലേ ഗതേ കസ്മിൻ ഭരതോ ഭീമവിക്രമ യുധാജിതാ മാതുലേന ഹ്യാഹൂതോഗാൽ സസൈനിക. ഇനി 2 രാമാജ്ഞയാ ഗതസ്തത്ര 2 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. രാമാജ്ഞയാ ഗതസ്തത്ര ഹത്വാ ഗന്ധർവനായകാൻ തിസ്രകോടീപുരേ ദ്വേതു നിവേശ്യ രഘുനന്ദന പുഷ്കരം പുഷ്കരാവത്യം തക്ഷം തക്ഷശിലാഹ്വയേ അഭിഷിച്യ സുതൗ തത്ര ധനധാന്യസുഹൃദ്വൃതൗ പുനരാഗത്യ ഭരതോ രാമസേവാപരോ ഭവദ്.
രാമാജ്ഞയ രാമൻ്റെ ആജ്ഞപ്രകാരം തത്ര ഗത രഘുനന്ദന അവിടെ ഗമിച്ച ഭരതൻ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. തിസ്രഹ കോടി ഗന്ധർവനായകൻ 3 കോടി ഗന്ധർവനായകന്മാരെ ഹത്വ ഹനിച്ചിട്ട് ദ്വേ പുരേ നിവേശ്യ 2 പട്ടണങ്ങൾ ഉണ്ടാക്കിയിട്ട് പുഷ്കരാവത്യാം പുഷ്കരം പുഷ്കരാവതിയിൽ പുഷ്കരനെയും തക്ഷശിലാഹ്വയെ തക്ഷശില എന്ന പേരായതിൽ തക്ഷനെയും അഭിഷേകം ചെയ്തിട്ട് ധനധാന്യ സുഹൃദ്വൃതൗ സുതൗ ധനധാന്യ സുഹൃത്തുക്കളോടു കൂടിയ പുത്രന്മാരെ തത്ര അവിടെ ഇരുത്തിയിട്ട് ഭരത പുനഃ ആഗത്യ മടങ്ങി വന്നിട്ട് രാമസേവാപര അഭവത് രാമസേവയിൽ തൽപരനായി ഭവിച്ചു. അതായത് തൻ്റെ മക്കളെ അഭിഷേകം ചെയ്തിട്ട് വേറെ രാജ്യം ഉണ്ടാക്കിയിട്ട് ഏതാണ് പറഞ്ഞത്, ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഭരതൻ കേകയത്തിൽ ചെന്നിട്ട് 3 കോടി ഗന്ധർവനായകന്മാരെയൊക്കെ കൊന്ന് 2 പട്ടണങ്ങൾ അവിടെ ഉണ്ടാക്കി. എന്നിട്ട് പുഷ്കരാവതി എന്ന് പറഞ്ഞ പട്ടണത്തിൽ മകനായിട്ടുള്ള പുഷ്കരനെയും തക്ഷശിലയിൽ തക്ഷൻ എന്നുള്ള മകനെയും അഭിഷേകം ചെയ്തു. എന്നിട്ട് ധാരാളം ധനധാന്യ ഐശ്വര്യത്തോടും കൂടി പുത്രന്മാരെ അവിടെ ഇരുത്തിയിട്ട് തൻ്റെ പുത്രന്മാരായിട്ടുള്ള പുഷ്കരനെയും തക്ഷനെയും ഈ ഗന്ധർവന്മാരെ സംഹരിച്ചുണ്ടാക്കിയ പട്ടണത്തിൽ അഭിഷേകം ചെയ്ത് അവർ വളരെ ഐശ്വര്യത്തോടു കൂടി അവരെ ഇരുത്തിയിട്ട് ഭരതൻ മടങ്ങി അയോധ്യയിലേക്ക് തന്നെ വന്ന് ശ്രീരാമനെ സേവിക്കുന്നതിൽ തീവ്ര തൽപരനായിരുന്നു. ഭരതൻ തന്നെയുള്ളൂ മക്കളെ അവിടെ വേണ്ട പോലെയൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യിച്ചിട്ട് തിരിച്ചു വന്ന് ശ്രീരാമനെ സേവിക്കാനായിട്ട് പിന്നെ അയോധ്യയിലേക്ക് തന്നെ മടങ്ങി വന്നു. 2ഉം 3ഉം വായിക്കാം. രാമാജ്ഞയാ ഗതസ്തത്ര ഹത്വാ ഗന്ധർവനായകാൻ തിസ്രക്കോടി പുരേ ദ്വേതു നിവേശ്യ രഘുനന്ദനഃ പുഷ്കരം പുഷ്കരാവത്യം തക്ഷം തക്ഷശിലാഹ്വയെ അഭിഷിച്യ സുതൗ തത്ര ധനധാന്യ സുഹൃദ്വൃതൗ പുനരാഗത്യ ഭരതോ രാമസേവാപരോ ഭവേത്. ഇനി എന്താണ്, ഇനി നമുക്ക് 4ഉം 5ഉം 6ഉം ഒന്നിച്ചാണ്, അതായി അധികവും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇപ്പോൾ നമ്മളെ അതായത് ഭരതൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തൽക്കാലം നിർത്താം, അല്ലെങ്കിൽ അധികം നേരമാവും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.